നമ്മളൊക്കെ എപ്പോഴും ഓർക്കണം, അതാത് ദിവസത്തെ തെറ്റുകൾക്ക് അപ്പോൾ തൗബ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗബയുടെ മനസ്സ് തരട്ടെ. ഇപ്പൊ ആളുകളൊക്കെ മരിച്ചാൽ അപ്പൊ ആരെങ്കിലുമൊക്കെ തൗബ ചെയ്തോളെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുകയാണ് അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അപ്പോൾ ഉസ്താദ്മാർക്കുണ്ട് ഒരു തൗബ ചെയ്യാൻ. ഇവിടെ അല്ലേ അത്? മയ്യത്ത് പള്ളിയിൽ കൊണ്ടെന്ന് വെച്ചാൽ ഉസ്താദ്മാരും ഒരു തൗബ ചെയ്യും. നല്ലത് തന്നെയാണ്, ഇത് വേണ്ടതുമാണ്, നല്ലതാണ് അല്ലേ? മയ്യത്ത് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ടൊരു തൗബ ചെയ്യൽ ഇവിടെ അല്ലേ? എന്താ തൗബയിൽ പറയാ? ഓ, നമ്മളെ ഈ മുന്നിലിരിക്കുന്ന ജനാസ നമ്മൾ അഹമ്മദാജിൻ്റെതാണ് അല്ലെങ്കിൽ പോക്കറാജിൻ്റെതാണ്, ഇയാൾ നമ്മളെ നാട്ടിലെ അങ്ങനെയുള്ള ആളാണ്, ഇങ്ങനെയുള്ള ആളാണ്, അങ്ങനെ ഗുണം ചെയ്ത ആളാണ്, ഇങ്ങനത്തെ ആളാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി വാക്കടപാടുകൾ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കണം. നമ്മളൊക്കെ പൊരുത്തപ്പെട്ടില്ലേ? പൊരുത്തപ്പെട്ട് ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞു തൗബ. രണ്ടാമത്തെ എന്താ? ഇയാളുമായിട്ട് ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മക്കളോട് ചോദിക്കണം. ഒരു പള്ളിയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞ് ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ മൂത്ത മകൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന്. അപ്പൊ സൊഫന്ന് രണ്ടാൾ പറഞ്ഞു, മുഹമ്മദ് അലി ഓൻ തരാനുള്ളത് തന്നാ മതിയേനു. യാ റബ്ബേ, നല്ല കോലായി. ഉപ്പാന്റെ ഹടപാട് ഏറ്റെടുത്തിട്ട് ഓൻ തരുന്നത് നിങ്ങൾ തന്നാ മതിയേനു. പടച്ചോനെ, ഇങ്ങനത്തെ മക്കളെ കണ്ടിട്ട് നമ്മൾ മരിക്കാൻ നിൽക്കണ്ട. അള്ളാഹു നമ്മളെയും മക്കളെയും നന്നാക്കി തരട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തൗബ ചെയ്യുക എന്ന് പറഞ്ഞത് നടക്കണം. ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഈസാ നബിയെ, ആ മനുഷ്യൻ നല്ല ആളാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചിട്ട് തൗബ കിട്ടാതെ മരിച്ചുപോയി. അപ്പൊ അയാൾ ചെയ്ത തെറ്റുകൾക്ക് ഖബറിൽ കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ കണ്ടത് നബിയേ. അപ്പൊ ഈസാ നബി ചോദിച്ചു, പടച്ചോനെ, ഖബറിൽ തൗബല്ലല്ലോ, പിന്നെ ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത്? ഖബറിൽ തൗബ ഉണ്ടോ? ഖബറിൽ തൗബ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെടണം? അവിടെ ഏതായാലും വേറെ പണിയില്ല, തൗബ ചെയ്ത് കിടന്നാ പോരെ. ഖബറിൽ വീട് തുറക്കാനും, ഖബറിൽ കമ്പനി പോകാനും, ഖബറിൽ ഡോക്ടറെ കാണാൻ പോകാനും ഒരു തിരക്കുമില്ലാണ്ട് കിടക്കല. അവിടെ അങ്ങനെ തൗബ ചെയ്ത് കിടന്നാൽ പോരെ, ഇവിടുന്ന് നമ്മൾ കഷ്ടപ്പെടണോ? ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, റബ്ബേ, ഖബറിൽ തൗബ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ ഇയാൾക്ക് ഈ മാറ്റം വന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ നേരിട്ടുള്ള മറുപടി ഈസാ നബി അലൈഹി സ്വലാമിനോട്, മുഅ്മിനുകളെ നമ്മൾ പഠിക്കണം, ഉമ്മ പങ്ങന്മാര് പഠിക്കണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, ഈസാ നബിയെ, ഈ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. വിധവയായ ആ പെണ്ണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു ഒരു യതീമായ ആൺകുട്ടിയെ. വിധവയായ ആ ഉമ്മ യതീമായ ആൺകുട്ടിയെ പോറ്റി വളർത്തി. ആ കുട്ടിക്ക് ഒരു 5-6 വയസ്സ് തികഞ്ഞപ്പോൾ ഉമ്മ ആലോചിച്ചു, റബ്ബേ, ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിപ്പില്ല, ഉമ്മയായിട്ട് ഞാൻ മാത്രമാണുള്ളത്, ഞങ്ങൾക്ക് 2 പേർക്കും ആകെയുള്ളത് ഈ ഒരു ആൺകുട്ടി മാത്രമാണ്. ഈ കുട്ടിയുടെ ദുആ നാളെ ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്റെ പൊന്നോമനയെ ഞാൻ അള്ളാന്റെ ദീൻ പഠിപ്പിക്കണ്ടേ. ഇത് വിചാരിച്ചിട്ട് ആ ഉമ്മ മോനെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ, ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈസാ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, ഓ ഈസാ നബിയെ, ആ മുഅല്ലിം അതാ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കിതാബ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ 100 ഏടുകൾ എല്ലാം എടുത്തു നോക്കിയാൽ അതിൻ്റെയൊക്കെ ആദ്യ വചനം, രാജവചനം, അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് അർ റഹ്മാൻ അർ റഹീം. അതിൽ 19 ഹർഫുകളാണുള്ളത്. എത്ര ഹർഫാണ്? 19 ഹർഫ്. എന്തേ അത് 19 ആയത്? നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ എണ്ണം 19 അലൈഹാ 19. അവിടെ 19 ഉണ്ട്. നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ എണ്ണം 19, ബിസ്മില്ലാഹിയുടെ എണ്ണം 19. എന്താണത്? ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ.
നമ്മൾ പറയുന്ന വാക്ക് പ്രവൃത്തി എല്ലാം ഒരു പക്ഷേ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്ന വിഷയത്തിന് മുമ്പിൽ ബിസ്മില്ലാഹി ചേർത്തുകൊണ്ട് വെച്ചോ. ഈ 19 കൊണ്ട് നരകത്തിന്റെ പാറാവുകാരായ 19 മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് കാവലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ സംഗതികൾക്കും നമ്മൾ ബിസ്മില്ലാഹി, അതാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. കുല്ലു അംരിൻ ദീ ബാരിൻ ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങാത്ത സംഗതി അത് മോശപ്പെട്ട സംഗതിയാകും, അത് അപകടപ്പെടുന്ന സംഗതിയാകും, അത് ആപത്ത് വരുന്ന സംഗതിയാകും, അത് ബർക്കത്തില്ലാത്ത സംഗതിയാകും. ഇങ്ങനെ അതിനെപ്പറ്റി ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈസാ നബിയെ ആ മുഅല്ലിം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ബിസ്മില്ലാഹി, കുട്ടിയും ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹ്മാനി അർറഹീമി അർറഹീമി. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാര് അല്ലാ നമ്മുടെ ഓമന മക്കൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. പിന്നെയും 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 എത്രയാണ് ചൊല്ലിക്കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഹാഫിളീങ്ങളായ കുട്ടികളുണ്ട്. ആ കുട്ടി ഖുർആൻ ഹിഫ്ളാകുമ്പോഴേക്ക് ഖുർആനിലെ ഓരോ വാക്കും ഓരോ ഹർഫും എത്ര പ്രാവശ്യമാണ് ഓതുന്നത്. അല്ലാ. അതുകൊണ്ട് തന്നെ നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ സ്വർഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ മണിമാളിക, സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള കെട്ടിടം, ഏറ്റവും വലിയ മണിമാളിക അത് ആർക്കാണ് കൊടുക്കുന്നത്? ഹാഫിളുൽ ഖുർആനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഉമ്മപങ്കന്മാരെ, നമ്മുടെ ഒക്കെ മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മളും ഖുർആൻ പഠിക്കാൻ ശ്രദ്ധിക്കണം. പ്രായമുള്ള ആളുകൾക്ക് ഇപ്പൊ പലർക്കും ജോലിയില്ല. ഉണ്ടോ? നമുക്ക് ജോലി ഉണ്ടോ? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പണ്ടത്തെ പോലെയല്ല. പ്രായമുള്ള ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒഴിവ് സമയമുണ്ട്. എന്നാ നോക്കിക്കോ, നിങ്ങൾ ഒഴിവ് സമയത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഓതുക. എത്ര ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ മനഃപ്പാഠമാക്കാൻ സാധിക്കും അത്ര കണ്ട് നമുക്ക് വലിയ ഫലം കിട്ടും. എന്താ? നാളെ സ്വർഗവാതിൽക്കൽ എത്തിയാൽ അല്ലാഹു പറയും ഓദിക്കോ കേറിക്കോ, ഓദിക്കോ കേറിക്കോ. എപ്പോഴാ ഓത്ത് നിൽക്കുന്നത്? അവിടെ ആ ലിഫ്റ്റ് നിൽക്കും. സ്വർഗവാതിൽ തുറന്നിട്ട് നമ്മൾ ലിഫ്റ്റിക്കാണ് കയറിയാൽ ആ ലിഫ്റ്റ് നിൽക്കൽ എവിടെയാണ്? ഓത്ത് നിൽക്കണോടത്ത് ലിഫ്റ്റ് നിൽക്കും. അപ്പൊ ഹാഫിദുൽ ഖുർആനായ ആള് ഓതാണ്. ഓതി ഫാത്തിഹ ഓതി, അൽ ബഖറ ഓതി, ആലി ഇംറാൻ ഓതി, മാഇദ സൂറത്ത് ഓതി, അൻആം ഓതി, അങ്ങനെ ഓതിയിട്ട് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി തീരുമ്പോൾ 6666 ആയത്ത് എന്നാണ് ഖുർആന്റെ നമ്മൾ പറയുന്നത്. അപ്പൊ ഹാഫിദുൽ ഖുർആൻ താമസിക്കുന്ന ബിൽഡിംഗ് എത്ര നിലയാണ്? എന്ത് വട്ടിക്കാൻ കൊട്ടാരം, എന്ത് 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 ബുർജ് ഖലീഫ, എത്ര നിലയാണ്? പടച്ചോനെ, നമ്മളെ സുന്നികൾ എന്തായാലും നമ്മളൊക്കെ സ്വർഗത്തിൽ താമസിക്കുന്ന നില ഏറ്റവും ചുരുങ്ങിയത് സുന്നത്തിയമായത്തിന്റെ ആളുകൾ താമസിക്കുന്നത് ഒരു 110 നിലയെങ്കിലുള്ള ബിൽഡിംഗ് നമുക്ക് കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെങ്ങനെ കിട്ടുന്നത്? നിങ്ങൾ വെറുതെ ആമീൻ പറയല്ലേ? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് വേണല്ലോ. അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഇങ്ങോട്ട് കിട്ടുന്നതായപ്പോൾ നിങ്ങൾ ആമീൻ നല്ല മട്ടുണ്ട്, അത് നല്ല റാഹത്തന്നെ. അതങ്ങനെ തന്നെ, അങ്ങോട്ട് കൊടുക്കുന്നതല്ലല്ലോ. അള്ളാഹു നമുക്ക് തെരുമാറാവട്ടെ. അതെന്താ ഞാൻ പറയുന്നത്? മുഅ്മിനീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എവിടെ കൂടിയാലും അൽ ഫാത്തിഹ അല്ലേ? ഒരു ഫാത്തിഹ. ഫാത്തിഹ എത്ര ആയത്താ? 7 ആയത്ത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ സ്വർഗത്തേക്കാണ് കയറുന്നതോടുകൂടെ ഓതാൻ പറഞ്ഞ അൽ ഫാത്തിഹ. ഫാത്തിഹ തീരുമ്പോൾ ലിഫ്റ്റ് എത്രയിലെത്തി? 7. അടുത്തത് ഫാത്തിഹ തീർന്നാൽ പിന്നെ ഓതുന്ന ഏതാ? യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. യാസീൻ എത്ര ആയത്താ? ഇതാണ് നിങ്ങൾക്കുള്ള കുഴപ്പം. ആഖിറത്തേക്കുള്ള ഒരു കണക്കും നിങ്ങൾ എടുത്തില്ല. യാസീൻ എത്ര ആയത്താ? യാസീൻ 83 ആയത്താണ്. എത്ര ആയത്താണ്? യാസീൻ 83 ആയത്താണ്. അപ്പൊ 83ഉം 7ഉം എത്രയായി? ഒന്ന് കണക്ക് കൂട്ടി. നമുക്ക് താമസിക്കാനുള്ള ബിൽഡിംഗാണ്. നിങ്ങൾ ഇവിടെ ബിൽഡിങ്, ഇപ്പം ബിൽഡിംഗ് എടുത്തിട്ട് എന്താന്ന് ഒരാൾ, വാടകക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ആള്, മറ്റേ തോട്ടത്തിനൊരു ലാഭമില്ല എന്ന് മറ്റേ ആൾ. ലാഭ കച്ചവടമാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 83ഉം 7ഉം എത്രയായി? യാസീൻ തീരുമ്പോൾ നമ്മൾ ലിഫ്റ്റ് എത്രയിൽ പോയി നിൽക്കും?
90 പോയി നിൽക്കും. ഇൻഷാ അല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. എത്ര ആയത്തായി? എത്ര ഖുൽ ഹുവല്ലാഹു നമ്മൾ ഓതല്? സ്ഥിരമായിട്ട് നമ്മൾ എത്ര ഖുൽ ഹുവല്ലാഹു ഓതും? 3 5 15. യാ റബ്ബ് എത്ര ആയത്തായി? എത്രയായി? 105. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 6 5 11. എത്രയായി? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എത്ര ആയത്തായി? 6 ആയത്ത്. പിന്നെ ഏത്? ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മറ്റേതോ 5 ആയത്ത്. അപ്പൊ എത്രയായി? ഇപ്പൊ എത്രയായി? ഇതെന്താ ഇങ്ങോട്ട് കിട്ടുന്നതല്ലേ ഈ കൂട്ടുന്നത്? ഇപ്പൊ എത്രയായി? അല്ലാഹു റബ്ബി. നമ്മൾ ആയത്തുൽ കുർസി ഓതാത്ത ദിവസം ഉണ്ടോ? ആയത്തുൽ കുർസി ഓതാത്ത ദിവസം ഉണ്ടോ നമ്മള്? സുബ്ഹാനല്ലാഹ്. നമ്മളോട് അല്ലാഹു തആല പറയാണ് ഓതിക്കോ കേറിക്കോ, ഇതിന് വേറെ സ്വിച്ച് ഒന്നുമില്ല. ഇത് ആയത്ത് ഓതുന്നതിനനുസരിച്ച് ഈ ലിഫ്റ്റ് ഇങ്ങനെ പോകും. നമ്മൾ പോയി അവസാനിക്കുന്നിടത്ത് അവിടെ ഓട്ടോമാറ്റിക് തുറക്കും, നമുക്ക് അവിടെ താമസിക്കാം. അപ്പൊ ഈ ഓതിയതിന്റെ തലക്കന്ന് മുതൽക്ക് ബിസ്മില്ലാഹിയാണ് അതിന്റെ ഫൗണ്ടേഷൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിലെ കെട്ടിടത്തിൽ സുന്നത്ത് ജമാഅത്തിന് നമ്മൾ താമസിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമ്മളത് എത്ര ഉണ്ടാവും? എന്താ നിങ്ങൾക്കൊരു സംശയം മാതിരി? നിങ്ങളാരും അവിടെ പോരുന്നില്ലേ? എടോ മഴശറിൽ പോയിട്ട് ആളിങ്ങനെ തിരിഞ്ഞു കളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കണ്ട. മനസ്സിലായോ? അമ്പിയാക്കളും മഹാന്മാരും എല്ലാം വേഗം പോകുന്നുണ്ടാവും. അതിൻ്റെ ബാക്കിൽ നിന്നിട്ട് വേഗം ഞാൻ പോണോ പോണ്ടേ, കേറ്റൂല, അങ്ങനെയൊന്നും അവിടെ നിൽക്കാൻ പാടില്ല. ഒരൊറ്റ പോക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അതാ മുന്നിൽ നോക്കുമ്പോൾ ആരാ പോകുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, ബീബി ഖദീജ, ബീബി ഫാത്തിമ, ബീബി ആയിഷ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. നോക്കുമ്പോൾ ബേക്കൽ വലിയ ഒരാൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹ് അതിന്റെ ബേക്കൽ ഇങ്ങനെ നിന്നിട്ട് അല്ലാഹ് കുറച്ച് ദൂരെ ഒന്ന് നോക്കാട്ടെ, ഉള്ളാളത്തെ പാപ്പയാണ് പോകുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ നേരെ ബേക്കൽ നോക്കുങ്ങൾ, അത് നമ്മളെ വൈരത്തൂർ തങ്ങൾ പാപ്പയാണ് പോകുന്നത്. അല്ലാഹു റബ്ബി. അതാരാ പോണത്? അത് നമ്മളെ സയ്യിദ് അലി ബാപ്പയ്ക്ക് തങ്ങളാ പോണത്. യാ റബ്ബ്. നോക്കുമ്പോൾ വലിയ ഒരാൾ അല്ലാഹ് AP ഉസ്താദ് അതാ പോകുന്നു. അല്ലാഹുവേ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. പിന്നെ അവിടെ നോക്കി നിൽക്കണ്ട, വേഗം കൂടിയോടി വിളിക്കാൻ കാത്തു നിൽക്കണ്ട, പോവന്നെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ പറഞ്ഞത്. അതാ അവിടെ പിന്നെ നമ്മൾ നോക്കി നിൽക്കേണ്ട കാര്യം ഒറ്റപ്പോക്ക്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എത്രയാണ് ഖുർആൻ മനപ്പാഠമുള്ളത്? അത് സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കയറിയാൽ ഓതാൻ തുടങ്ങും. ആ ഓത്തി ഓദിക്കോ കേറിക്കോ. ഫഇന്ന മൻസിലതക ഫീ ആഖിരി ആയത്തിൻ തഖറൗഹാ. നിനക്ക് താമസിക്കാനുള്ള സ്ഥലം എവിടെയാണ്? നീ ഓതി എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ. ഇനി ഞാൻ പറയട്ടെ നിങ്ങളോട്, ഓത്തിന്റെ ശ്രേഷ്ഠത അനുഭവിച്ചത് കണ്ടോളി. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവേ ഖബറിൽ വന്ന തൗബ ഇല്ലല്ലോ, ഖബറിൽ തൗബ ഇല്ലല്ലോ, പിന്നെ ഈ മനുഷ്യൻ എങ്ങനെ ഇപ്പൊ ഈ മാറ്റം വന്നത്? ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ ഖബറിൽ ദുരിതം അനുഭവിക്കുകയാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇദ്ദേഹം നല്ല വിരിപ്പ് വിരിച്ചിട്ട് പുഞ്ചിരിച്ച് കിടക്കുകയാണ്. എന്താണ് നബിയെ മാറ്റം? അല്ലാഹുവേ. അല്ലാഹു തആല പറഞ്ഞു, ഈസാ നബിയെ, ഇയാൾ മരിക്കുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്, അവളെ പ്രസവിച്ചു ഒരു ആൺകുട്ടി. ആ ആൺകുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു ഉസ്താദിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഉസ്താദ് ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി ഓതുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉസ്താദ് അങ്ങോട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കുട്ടി ഇങ്ങോട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ ഓതുന്നത്? എന്താണ് ഈ ഓതുന്ന ബിസ്മില്ലാഹി? അല്ലാഹു റബ്ബി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദയാലുവായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. അല്ലാഹുവിന്റെ കൃപ. നമ്മളൊക്കെ പണ്ട് പഠിച്ച അർത്ഥം ഏതാ? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്. അതന്നെ കാരുണ്യത്തിന്റെ അങ്ങേയറ്റം. നമ്മളൊക്കെ ആർക്കെങ്കിലും ഒരു ഗുണം ചെയ്യണമെങ്കിൽ അവൻ ആരായിരിക്കണം? നമുക്ക് ഇങ്ങോട്ടും ഒരു പ്രതീക്ഷ ഉള്ള ആളായിരിക്കണം, അല്ലേ? നമ്മളെന്നാൽ തിരി ചായപ്പൊടിയെ കണ്ടപ്പോൾ അല്ലടോ ഒരു ചായ കുടിച്ചിട്ട് പോയി കൂടെ എന്ന് വെച്ചു. ഓനെ പിന്നെ നമ്മൾ ജ്യൂസ് കടയിലിരിക്കുമ്പോൾ ഓനക്ക് അല്ല ഒരു ജ്യൂസ് കുടിച്ചുകൂടെ എന്ന് വെച്ചു. നമ്മളോട് ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അവനോട് ജ്യൂസ് ചോദിക്കുമോ? ചോദിക്കൂല, ഉറപ്പന്നെ. വെറുതെ നോക്കണ്ട നിങ്ങൾ.
ഇങ്ങോട്ട് ഗുണം കിട്ടുമെന്ന് കണ്ടെങ്കിൽ തന്നെ നമ്മൾ അങ്ങോട്ടും നല്ലോണം നിൽക്കുള്ളൂ അല്ലേ? ഓനിക്ക് എത്ര കൊടുത്തിട്ടും കാര്യമില്ല, ഓനിൽ നിന്ന് നന്ദി വർത്താനം കിട്ടൂലെന്ന്. ഒരു നന്ദി വാക്ക്, എടോ ഇവന്റെ നന്ദി വാക്കിനാണോ നമ്മൾ കൊടുത്തത്, അള്ളാന്റെ പ്രതിഫലത്തിനാണോ? ഒരാളുടെ നന്ദി വാക്കല്ല നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണക്കടലായ റബ്ബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദയാലുവായ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ഓ ഈസാ നബിയേ, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ലാഹു തആല പറയാണ്, ഈസാ നബിയെ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ആ എട്ടും പൊട്ടും തിരിയാത്ത 6 വയസ്സ് പ്രായമായിരിക്കുന്ന കുട്ടി ഭൂമിയുടെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദയാലുവായ അല്ലാഹ്. ഇതിങ്ങനെ ആ കുട്ടി ഓതിക്കൊണ്ട് ഓന്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹ് പറയാണ്, വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിച്ചുകൊണ്ടിരിക്കാം. കുട്ടി മുകളിൽ കരുണക്കടലായ അല്ലാഹ്, റഹ്മാനും റഹീമുമായ അല്ലാഹ് ഇതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. ഈസാ നബിയെ, ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിനോട് ചേർന്നതല്ല. മിൻ അബ്ദി അൻ ഉഅദ്ദിബഹു ഫീ ബത്നിൽ അർളി വവലദുഹു യദ്കുറു ഇസ്മി ഫീ ലഹ്രിഹാ. ഭൂമിയുടെ മുകൾ ഭാഗത്തിരുന്നുകൊണ്ട് കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ് എന്നിങ്ങനെ ഓതാണ്. ഓന്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിക്കാണ്. ഇത് രണ്ടും കൂടി എന്റെ റഹ്മത്തിന് ചേർന്നതല്ലാത്തത് കൊണ്ട് കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് അവന്റെ ദോഷങ്ങൾ മുഴുവനും ഞാൻ പുറത്തു കൊടുത്തു. ഈസാ നബിയേ, അല്ലാഹു അല്ലാഹു അല്ലാഹ്. കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് വാപ്പാന്റെ ദോഷം പുറത്തു കൊടുത്തു. അള്ളാഹുവിന്റെ കൃപ കണ്ട നിങ്ങൾ, അള്ളാന്റെ റഹ്മത്ത് കണ്ട നിങ്ങൾ. നമ്മളെ മദ്രസ, നമ്മളെ പള്ളി, നമ്മളെ ദർസ്, ഉമ്മ പെങ്ങന്മാരെ, ഉസ്താദുമാർക്ക് ഭക്ഷണം, ഉസ്താദുമാർക്ക് ശമ്പളം, മദ്രസന്റെ ഭൂമി, മദ്രസന്റെ കെട്ടിടം, പള്ളിന്റെ ഭൂമി, പള്ളിക്ക് കെട്ടിടം ഉണ്ടാക്കൽ, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പടച്ചോനെ, പള്ളി മദ്രസൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ മരണപ്പെട്ടു പോയിട്ട് കൊല്ലങ്ങൾ എത്രയായി? എത്ര ബിസ്മില്ലാഹിയാണ് ഇപ്പൊ ഈ പള്ളിയിൽ ഓതുന്നത്? എത്ര ബിസ്മില്ലാഹിയാണ് മദ്രസയിൽ ഓതുന്നത്? അല്ലാഹ്, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന MA ഉസ്താദ് അല്ലാഹു തആല ദറജ വർദ്ധിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ കേരളത്തിൽ 30,000-ന്റെയും 40,000-ന്റെയും ഇടയ്ക്ക് മദ്രസകളുണ്ട്. ഈ മദ്രസകളിൽ എല്ലാ വിഭാഗം ആളുകളെ മദ്രസയും കൂട്ടിയാൽ ഏകദേശം 4 ലക്ഷത്തിലധികം കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ. 4 ലക്ഷം കുട്ടികളും 2 ലക്ഷത്തോളം ഉസ്താദുമാരും വിവിധ മദ്രസകളിലും സ്ഥാപനങ്ങളിലുമായിട്ട് അവരൊക്കെ രാവിലെ മദ്രസയിലാണ് എത്തിയാൽ ഫസ്റ്റ് ബെല്ലടിച്ചു. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു ഫാത്തിഹ ഓതിയാൽ 4 ലക്ഷം കുട്ടികളുടെ ഫാത്തിഹന്റെ ഒരു ഓഹരി MA ഉസ്താദിന്റെ ഖബറിലേക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇന്ത്യ മഹാരാജ്യത്ത് മദ്രസ എന്ന പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട MA ഉസ്താദ്. ഉസ്താദിന്റെ വീട്ടിൽ MA ഉസ്താദ് പറയാ, ഞാൻ ജനിച്ചു വീണപ്പോൾ എൻ്റെ വല്യമ്മയും വല്യപ്പയും അവരെ കണ്ടിട്ട് വാപ്പയും ഉമ്മയും അവരൊക്കെ ഖുർആൻ ഓതി കൊടുക്കുന്ന ആളുകളാണ്. ഖുർആൻ ഓതി കൊടുക്കുന്ന ആളുകളാണ്. ഉമ്മ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ഓതി കൊടുക്കും, വാപ്പ ആർക്ക് ഓതി കൊടുക്കും? ആണുങ്ങൾക്ക് ഓതി കൊടുക്കും. അപ്പൊ എൻ്റെ തറവാട് പേര് MA എന്നതിന്റെ ഫുള്ളെന്താ? മുക്കറിച്ചാൻ്റെ അകത്ത് നിന്നാണ്. നമ്മൾ ഉപയോഗിച്ച് കാണാണ് മുക്കറീനായത്. മുക്കരി എന്നാണ് അറബിയിൽ അതിന് പറയുന്നത്. മുക്കരി, ഖുർആൻ ഓതി കൊടുക്കുന്ന ആൾ. അവ്വലു മുഖരിഇൻ ഫിൽ ഇസ്ലാമി മുസ്അബ് ബിൻ ഉമൈർ. ആദ്യമായിട്ട് മദീനക്കാർക്ക് ഖുർആൻ ഓതി കൊടുത്ത മുഖരി, ഓതിക്കൊടുക്കുന്ന ആൾ എന്ന പേര് കിട്ടിയതായിരിക്കാം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്. നമ്മളത് പറഞ്ഞിട്ട് എന്തായതാ? മുക്കറീനായതാണ്. ഇപ്പൊ ഞമ്മക്ക് നോക്കുമ്പോ മുക്കറിന്റെ മോള ഒന്ന് ആലോചിച്ചിട്ട് കല്യാണം ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ്. അടച്ചോനെ, ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുട്ടി ഓതുമ്പോഴേക്ക് ഖബറിൽ കിടക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും അല്ലാഹു തആല കൊടുക്കുന്ന റഹ്മത്ത് കണ്ടോ? ഈ റഹ്മത്ത് റഹ്മാൻ
കാരുണ്യം, കൃപ, ദയ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരു അടിസ്ഥാന സ്വത്തായിട്ട് ഇത് വേണം. ഏത്? കൃപ, വിട്ടുവീഴ്ച, കാരുണ്യം. ഇന്ന് നമ്മളൊക്കെ കൽബിൽ അത് പറ്റ കുറഞ്ഞിട്ടില്ലേ അല്ലേ? റബീഉൽ അവ്വൽ 30 കഴിഞ്ഞാലും കഴിയണതിൻ്റെ മുമ്പും നമ്മളെ കൽബിൽ ഒരു വിഷയത്തെപ്പറ്റി പിടിവാശിയുണ്ടെങ്കിൽ അതിന് വല്ല കുറവുണ്ടോ? നമ്മൾ അയൽവാസിയും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയം, അതിന് നമ്മളൊരു ദറാക്ക് വിടാതെ നമ്മൾ കടുംപിടുത്തത്തിലല്ലേ? അതിന് നമുക്ക് യാതൊരു അയവുമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. നമ്മളെ കൽബിൽ വാശി പിടിച്ചു നിൽക്കുന്ന വിഷയത്തിന് വല്ല അയവുണ്ടോ? ഇല്ല. ഇവിടെയാണ് നമ്മളൊന്ന് ചിന്തിക്കണം. അല്ലാഹു തആല നമ്മളെ കൽബ് ലോലമാകാൻ, നമ്മളെ കൽബ് ദയയുള്ളതാവാൻ, നമ്മളെ കൽബ് റഹ്മത്തുള്ളതാവാൻ എത്ര പ്രാവശ്യമാണിത് നമ്മൾ പറയേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ റഹീം 2 പ്രാവശ്യമായില്ലേ? അർ റഹ്മാനിർ റഹീം 2 പ്രാവശ്യമായില്ലേ? രണ്ടും എത്രയായി? 4. 17 റക്അത്ത് ഫർള് നിസ്കരിക്കണം. എത്ര റക്അത്ത്? 17 റക്അത്ത് ഫർള് നിസ്കരിക്കണം. ആ 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഓരോ നിസ്കാരത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമല്ലേ? ഫാത്തിഹയിൽ റഹ്മത്ത്, റഹ്മാൻ, റഹീം, ഫാത്തിഹയിൽ മാത്രം എത്ര പ്രാവശ്യം വരും? 4 പ്രാവശ്യം അല്ലേ? അപ്പൊ 17 റക്അത്ത് തീരുമ്പോ 17 4 എത്ര പ്രാവശ്യമായി? ഇപ്പൊ ഇനി നമ്മളെടുത്ത് കണക്കൊന്നുമില്ല. ഒരു പീടി കയറിയിട്ട് ഇതിനെന്താണോ വില? 2 റുപ്യ. ഇതിനോ 2. രണ്ടും എത്രയായി? അപ്പോഴേക്കോ കമ്പ്യൂട്ടർ എടുത്തിട്ട് കൂട്ടാം. 2 4 ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ ഇല്ലാണ്ടായി. അല്ലാഹു റബ്ബി, നമ്മൾ ഓർത്തു നോക്ക്. 4 പ്രാവശ്യം ഒരു ഫാത്തിഹ. അങ്ങനെ 17 ഫാത്തിഹ നിസ്കാരത്തിൽ നിർബന്ധമായി ഓതുമ്പോൾ 17 4 68 പ്രാവശ്യം നമ്മൾ പറയാണ് കരുണക്കടലായ അല്ലാ, കരുണാവാരിധിയായ അല്ലാ, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാ, ദയാലുവായ അല്ലാ. എത്ര പ്രാവശ്യം? 68. നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാലോ ഇതേപോലെ വിത്റും ദുഹയും നിസ്കരിക്കുന്നതൊക്കെ 17 റക്അത്തായി. അപ്പൊ എത്ര 4 പിന്നെ? 64. 64 128. ഇനി നമുക്ക് നോക്കാം. വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. അങ്ങനെ ഒരു ദിവസം കരുണക്കടൽ, കരുണാവാരിധി, റഹ്മത്ത്, കൃപ, ദയ, വിട്ടുവീഴ്ച ഒരു ദിവസം എത്ര പ്രാവശ്യം പറയണ്ട്? ചുരുങ്ങിയത് ഒരു 150 ആകൂലേ? 150 പ്രാവശ്യം റഹ്മത്തും റഹ്മാനും റഹീമും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ കൽബിൽ വിട്ടുവീഴ്ച ഉണ്ടോ? ഭാര്യയും ഭർത്താവ് വെച്ച് തെറ്റി, നല്ല ഊക്കം തെറ്റ്, രണ്ടാളും ഈഗോ ആയിട്ട് നിൽക്കുകയാണ്. മനസ്സിലൊരു കൃപുണ്ടോ രണ്ടാക്കും? ഇല്ല. വാപ്പി മക്കളും തെറ്റി, രണ്ടാളും പിടിവാശി തന്നെയാണ്. അയൽവാസിയും തെറ്റി, രണ്ടാളും പിടിവാശി തന്നെ. അല്ലാ, ഭാര്യക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്, ഭർത്താവിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. തെറ്റി നോക്കുമ്പോൾ രണ്ടാൾക്കും ഒരു ഈഗോ. ആരാ ആദ്യം ഉണ്ടേണ്ടത്? അപ്പൊ ഇയാൾക്ക് രാവിലെ ഒരു ചായ കിട്ടണം. അപ്പൊ പിന്നെ മൂപ്പർ എന്ത് ചെയ്തു? ഒരു കടലാസിൽ എഴുതിയിട്ട് മെല്ലെ പെണ്ണുങ്ങൾക്ക് കൊടുത്തു, ഒരു ചായ വേണം. അല്ലാ. അപ്പൊ ഓളൊരു ചായ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ടും വെച്ചു കൊടുത്തു, കുടിച്ച് പുറത്തു പോകണം. ഇത്തരം വാശി നമ്മൾ തമ്മാമിൽ വേണം. രണ്ടാളും സുബൈ നിസ്കരിച്ചിട്ട് ബിസ്മില്ലാഹി എത്ര പ്രാവശ്യം ഓതിക്കണ്? റഹ്മത്തും റഹ്മാനും എത്ര വട്ടം ഓതിക്കണ്? അല്ലാ. ഒരു ദിവസം, കുറച്ച് ദിവസം അങ്ങനെ തുടർന്ന്. ഒരു ദിവസം പോകുമ്പോൾ പുയ്യാപ്പിളക്ക് രാവിലെ 5 മണിക്ക് പോകാനുണ്ട്. അപ്പൊ ഭാര്യന്റെ തലയണം വരെ എഴുതി വെച്ചു, എനിക്ക് 5 മണിക്ക് പോകാനുണ്ട്. ഇപ്പോൾ 4:30 എന്നെ എണീച്ച് നോക്കുമ്പോൾ ഇയാൾ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങുക. അങ്ങനെ ഉണ്ടല്ലോ, ചില ആളങ്ങ് വലിച്ചാൽ ഭയങ്കര വലിയായിരിക്കും. ഞാൻ വയനാട് ചുരം ഇറങ്ങുമ്പോൾ എൻ്റെ കാറിൽ 2 ആളുണ്ടായിരുന്നു. ഒരാളങ്ങ് വലിച്ചുവിട്ടിട്ട് മറ്റോ പറഞ്ഞു എന്നോട്, ഉസ്താദ് എന്നെ കാണുന്നില്ലെങ്കിൽ ഇയാളെ മൂക്കിൽ നോക്കിയാൽ മതിയെന്ന്. അങ്ങനത്തെ വലിയ അല്ലാ. ഇയാളിങ്ങനെ വലിച്ചുറങ്ങുമ്പോൾ മണി 5 ആയി. അപ്പൊ ഇവളെന്ത് ചെയ്തു? ഒരു കടലാസ് എടുത്ത് എഴുതി 5 മണിക്ക്, 5 മണിയാക്കണി എഴുന്നേറ്റ് പോണം. സുബ്ഹാനല്ലാഹ്. 8 മണിക്ക് ഉണർന്ന് നോക്കുമ്പോൾ ഈ എഴുത്താ കാണുന്നത്. നമ്മൾ ബിസ്മില്ലാഹിക്ക് വല്ല കുറവുണ്ടോ? ഉണ്ടോ? റഹ്മാൻ റഹീം പറയുന്നതിന് വല്ല കുറവുണ്ടോ? ഇതാണ് നമ്മളെ മനസ്സിന്റെ ഒരു രീതി. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ റഹ്മത്താണെന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു റഹ്മാനും റഹീമും ആണെന്ന് പറഞ്ഞാൽ പോരാ. മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ദ 100 എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബിയെ പുകഴ്ത്തിയിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അയാളൊരു ക്രിസ്ത്യാനിയായ പണ്ഡിതനാണ്. ലോക നേതാക്കളിൽ 300 നേതാക്കളെ പറ്റി അദ്ദേഹം പഠനം നടത്തി. അത് ശരിയാണ്. 100 നേതാക്കളെ തെരഞ്ഞെടുത്തിട്ട് പുസ്തകം എഴുതി. അത് ശരിയാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം മുഹമ്മദ് നബിയെ പ്രശംസിച്ചുകൊണ്ട് മുഹമ്മദ് നബി പ്രസൻസ് എ യൂണിവേഴ്സൽ സിസ്റ്റം ആൻഡ് ദ പ്രാക്ടിക്കൽ സിസ്റ്റം ഇൻ ഷോർട്ട് ലിവിംഗ് പീരിയഡ് മുഹമ്മദ് നബിയെ പറ്റി ഏറ്റവും ഉയർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കണം. അതുപോലെ നമ്മളായാ പറ്റുമോ? മുഹമ്മദ് നബി നല്ല ആൾ തന്നെ, പക്ഷെ നമുക്ക് ഉണ്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് മുഹമ്മദ് നബി എന്ന് ഡോക്ടർ ഇബ്ബൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ മുസ്ലിമായിക്കണം. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഉമർ തങ്ങളെ ഭരണമാണ് ഞാനിവിടെ നടപ്പാക്കാൻ പോണത്. മൂപ്പര് മുസ്ലിമായിക്കണം. നിങ്ങൾ വിചാരിച്ച ഗാന്ധിജിനെ കണ്ടപ്പോൾ ഇഹ്റാമിലാണ്? അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ഏതിനു വേണ്ടി പറഞ്ഞതാണ്? ഉള്ള സത്യം തുറന്നു പറഞ്ഞു, പക്ഷെ അത് മനസ്സിൽ ഉൾക്കൊണ്ടിട്ടില്ല. മുസ്ലിമീങ്ങളെ, നമ്മൾ റസൂലുള്ള അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കണം. ഒരാളും തമ്മിൽ പിടിവാശി വേണ്ട. അങ്ങനെ നമുക്കൊരു മുറുക്കി പിടിച്ചൊരു പിടിവാശി, ബാപ്പ മരിച്ചിട്ട് സ്വത്ത് ഓഹരി ചെയ്യുമ്പോൾ, പടച്ചോനെ, ഓഹരി ഇങ്ങനെ ചെയ്യണ സമയത്ത് സ്വത്തിന് ഭയങ്കര തർക്കം. ആ സ്വത്ത് ഇവൾക്ക് കിട്ടണം, മറ്റേ സ്വത്ത് മറ്റേ മോനിക്ക് കിട്ടണം. സ്വത്ത് തർക്കല്ലേ നമ്മളെല്ലാ കുരുമാരും. അല്ലാഹു റബ്ബി, മധ്യസ്ഥന്മാര് കൂടി പറഞ്ഞ് ഒക്കെ റെഡിയാക്കി. യാ അല്ലാഹ്, അവസാനം ഒരു കിണറും കൂടി ഓഹരി ചെയ്യാനുണ്ട്. അപ്പൊ മധ്യസ്ഥന്മാര് പറഞ്ഞു, എടോ, ഈ കിണർ നിങ്ങളെ ഉപ്പാപ്പ മുതൽക്കുള്ള കിണറാണ്. ഇത് ഈ രാജ്യത്ത് എല്ലാവരും വെള്ളം കുടിച്ചൊരു കിണറാക്കി. അതുകൊണ്ട് കിണർ അവിടെ നിന്നോട്ടെ, അത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന രീതിയിൽ നിൽക്കാം. ജ്യേഷ്ഠനും അനുജനും. അന്നേരം അനിയൻ പറഞ്ഞു, നിക്കലെങ്ങനെ നിന്നോട്ടെ, പക്ഷേ ഇത് എൻ്റെ ഓഹരി ഇത്രയാണ്, കാക്കാൻ്റെ ഓഹരി ഇത്രയാണെന്നുള്ളത് ഇത്ര നിർണയിച്ചു വെക്കണം, അല്ലാണ്ട് പറ്റൂല. മധ്യസ്ഥന്മാർ കുറെ പറഞ്ഞു, അത് വേണ്ട. ഇവൻ വാശി പിടിച്ചു, എന്തായാലും ഇത്ര എൻ്റെത്, ഇത്ര എൻ്റെത്. അപ്പൊ പിന്നെ മധ്യസ്ഥന്മാർ നടുക്കൊരു പാലം വെച്ചിട്ട് പറഞ്ഞു, ഈ ഭാഗം നീ എടുക്ക, ഈ ഭാഗം വേണം എടുക്കുക. ഓഹരിയൊക്കെ കഴിഞ്ഞ് മധ്യസ്ഥന്മാർ പിരിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഭാഗമല്ല എനിക്ക് ആണ്, എൻ്റെ ഓഹരി ഞാൻ കക്കൂസാക്കാണ്. ബിസ്മില്ലാഹി ഓതിനീന് ഇവനും കുറവുണ്ടോ? ഇല്ല. റസൂലുള്ളാഹിന്റെ റഹ്മത്ത് പറയണേൽ ഇയാളും കുറവുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കണം. ഉമ്മപങ്ങന്മാരെ, ഇത്ര നമുക്കാർക്കും വാശി വേണ്ട. നമ്മളെ പരസ്പരമുള്ള രക്തബന്ധത്തിൽ, നമ്മളെ പരസ്പരമുള്ള വിവാഹ ബന്ധത്തിൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട അയൽവക്ക ബന്ധത്തിൽ, നാം ഒരുമിച്ച് ജീവിക്കുന്ന കാര്യങ്ങളിൽ മരിച്ചാലും തീരാത്ത പിടിവാശി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദയാലുവാണ്. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അങ്ങേ അറ്റത്തെ കൃപയുള്ള ആളാണ്. റഹ്മത്ത്, റഹ്മാന്, റഹീം, അർഹം, റുഹമാ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി കാത്തു സൂക്ഷിക്കണം. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ കൃപയ്ക്ക് എത്രമാത്രം ഉദാഹരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃപയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് എത്രയാണ് മുത്തുനബിയുടെ കൃപ എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കാണ്. കാരണം എന്തുകൊണ്ട്? ജാഹിലിയ്യ കാലത്ത് രാജാക്കന്മാരടുത്തേക്ക് പോയ ഇയാൾക്ക് പരിചയമുള്ളൂ. പഴയ രാജാക്കന്മാരൊക്കെ അടുത്ത് പോയാൽ വിറച്ച് നിൽക്കണ്ടേ? രാജാക്കന്മാര് സന്നിധിയിൽ ചെന്നിട്ട് പേടിച്ച് വിറച്ച് നിന്ന് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരൻ, അയാൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ വിറച്ച് നിന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? എന്നെ പറ്റി നിനക്കറിയോ? ഉണക്ക റൊട്ടി പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് ഭക്ഷണം കഴിച്ച് വളർന്ന ഉമ്മാന്റെ മോനാണ് ഞാന്. റസൂലുള്ളാഹി തങ്ങൾ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ, ഞാൻ ആരാന്ന് നിനക്കറിയോ?
അനബ്നു ഇംറഅത്തിൻ തഅകുലുൽ ഖദീദ്, ഉണക്ക റൊട്ടി പച്ച വെള്ളത്തിൽ മുക്കിയിട്ട് അതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന ഉമ്മാന്റെ മോനാണ് ഞാൻ. നീ വലിയ വലിയ ആൾക്കാരെടുത്ത് വെച്ച് വിറക്കുന്ന പോലെ എൻ്റെ അടുക്കൽ നീ അങ്ങനെ വിറച്ച് നിൽക്കണ്ട. നോക്ക് നിങ്ങൾ, നബി മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു. മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ്. മദീനയിൽ നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ കൃപയെ പറ്റി, കാരുണ്യത്തെ പറ്റി നമ്മൾ അറിയണം. ഓരോ രംഗത്തും നമ്മുടെ ഹൃദയത്തിൽ അത് വേണം. നമുക്ക് അല്ലാഹു തആല ആരോഗ്യം കൊണ്ട് കഴിവ് തരാം, നമുക്ക് സമ്പത്ത് കൊണ്ട് കഴിവ് തരാം, നമുക്ക് മറ്റു സംഗതികളെ കൊണ്ട് കഴിവ് തരാം. പക്ഷേ മുത്ത് നബിയെ നമ്മൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ നബിയെ, തങ്ങളെ ഞങ്ങൾ കാണുന്നത് ആകാശ ലോകത്തേക്ക് നോക്കിയാൽ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ഓ ലോകത്തിന് മുഴുവനും നേതാവായിട്ടുള്ള നബിയെ, നക്ഷത്ര സമാനമായി നിൽക്കുന്ന സ്വഹാബാക്കൾ, നക്ഷത്ര സമാനമായി നിൽക്കുന്ന അമ്പിയാക്കൾ, നക്ഷത്ര സമാനമായി നിൽക്കുന്ന മലക്കുകൾ, അവർക്കൊക്കെ മധ്യ ഇങ്ങനെ നോക്കിയാൽ 14-ാം രാവിന്റെ പരിപൂർണ ചന്ദ്രനേക്കാൾ ലോകത്തിന് മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചം നൽകുന്ന മുത്ത് റസൂലേ, തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിച്ചപ്പോൾ, തങ്ങളും ഞങ്ങളും തമ്മിൽ നോക്കുമ്പോൾ, അന്ത ഉമ്മും അം അബൂ مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വാപ്പ, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഉമ്മ. എന്നാൽ ഉമ്മയെക്കാളും വാപ്പയെക്കാളും നമ്മെ സ്നേഹിച്ച, നമ്മോട് മഹബത്ത് വെച്ച മുഹമ്മദ് മുസ്തഫ മുത്ത് നബിക്ക് ഇങ്ങോട്ടുള്ള കൃപ നിങ്ങളൊന്ന് നോക്ക്. റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിരിക്കുന്ന സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പാവപ്പെട്ട ഒരു സ്വഹാബി, വളരെ ദരിദ്രനായ സ്വഹാബി, നിത്യ ജീവിതത്തിന് ഗതിയില്ലാതെ മുത്ത് നബിയുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബി, നബി തങ്ങൾക്ക് ഖാദിമായിട്ട് ജീവിക്കാണ്. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെ മരം കോച്ചുന്ന തണുപ്പാണ്. മദീനയിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത തണുപ്പാണ്, നമ്മളെ ഇവിടുത്തെ പോലെയല്ല. ആ തണുപ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു കിടന്നിട്ട് ഉറക്കമില്ല. നബി തങ്ങൾ എങ്ങാനും രാത്രി എഴുന്നേറ്റാലോ, നബി തങ്ങൾക്ക് ഒളു കൊടുക്കാൻ വെള്ളം വേണ്ടേ, നബി തങ്ങൾക്ക് മുസ്വാക്ക് എടുത്തു കൊടുക്കണ്ടേ, നബി തങ്ങൾക്ക് ഒളു ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തയ്യാറാക്കണ്ടേ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ആ സ്വഹാബി റസൂലുള്ള വാതിലടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ട് ആ സ്വഹാബി വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ്. ആ നിപ്പിങ്ങനെ നിന്നിട്ട് പാതിരാവിന്റെ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വാതിൽ തുറന്നപ്പോ റബീഅത്ത് റളിയല്ലാഹു അൻഹു അതേ നിപ്പ് നിൽക്കുന്നത് കണ്ടു. തണുത്ത് വിറക്കുന്ന മരം കോച്ചുന്ന മദീന. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് എടുത്തതാ. അവിടെ ഞാൻ ആ കഥ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം പറയാം. അവിടെ ആ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചിട്ടുണ്ട്, റബീഅത്തേ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ മോനെ? റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാണ്, യാ റബീഅ എന്ന് വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, റബീഅത്തേ നിനക്ക് ഒരു കല്യാണം കഴിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കാനാണ്? എൻ്റെ അടുക്കൽ കല്യാണം കഴിക്കാനുള്ള യാതൊരു വകയും ഇല്ല എന്ന് തങ്ങൾക്ക് അറിയാമല്ലോ. അന്ന് അങ്ങനെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിച്ചു, റബീഅത്തേ നീ ഒരു കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അന്നും ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകുന്തു യൗമൈദിൻ ശാബൻ ഫഖീറ ലാ അഹ്ല ലി വലാ മാല ലി വലാ സകൻ വഇന്നമാ കുന്തു ആവി ഇലാ സുഖ്വത്തിൽ മസ്ജിദി മഅ അംസാലി മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ. നബിയേ ഞാൻ പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആളല്ലേ,
റബീഅത്തിന് ഈ മദീനത്തൊരു കുടുംബമില്ല, റബീഅത്തിന് ഇവിടെ ഒരു 4 സെന്റ് ഭൂമിയില്ല, റബീഅത്തിന് ഇവിടെ ഒരു സ്വത്തില്ല. ഞാൻ എൻ്റെ ദാരിദ്ര്യം കൊണ്ട് മദീനത്തെ പള്ളിയിൽ ഉറങ്ങി ഇവിടെ ഓതി താമസിക്കുന്ന ഒരാളല്ലേ, ഞാൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കും നബിയേ? റബീഅത്ത് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും ഒരിക്കൽ ചോദിച്ചു, റബീഅത്തേ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? അപ്പൊ റബീഅത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, നബിയെ ഞാൻ എങ്ങനെ ഒരു കല്യാണം കഴിക്കും? എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി സാധിക്കും? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വീണ്ടും ദാരിദ്ര്യം പറഞ്ഞു. മൂന്നാമതൊരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അലാ തതസവ്വജി യാ റബീഅ, റബീഅത്തെ നീ കല്യാണം കഴിക്കുന്നില്ലേ? കണ്ടോ, നമ്മളൊക്കെ ഇപ്പം മക്കളെ കൊണ്ട് പെണ്ണെട്ടിക്കണമെങ്കിൽ എന്ത് വേണം? ഓനിക്കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, ഓനിക്ക് എന്തെങ്കിലും സ്വന്തം ഒരു അധ്വാനിച്ച് കൊണ്ടുവരാനാട്ടെ, ഓനിക്കൊരു കച്ചവടം വിഷയമൊന്നും ഇല്ലാണ്ട് ഓനെക്കൊണ്ട് എന്ത് കണ്ടിട്ട് കല്യാണം കഴിക്കാനാ അല്ലേ? ഉമ്മാനോട് ചോദിച്ചാൽ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, ഓനിപ്പം കല്യാണം കഴിക്കുന്നു, ഓനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണ്ടേ? വരുമാനമില്ല ആയിട്ടേ നമ്മളെന്നെ എന്താക്കുള്ളൂ? നമ്മളെന്നെ മകനെ കൊണ്ട് കല്യാണം കഴിക്കുള്ളൂ ഇല്ലേ? അല്ലാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു. അപ്പൊ മൂന്നാമത്തെ വട്ടം ചോദിച്ചപ്പോ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, പടച്ചോനെ, അള്ളാന്റെ റസൂലാണല്ലേ ഈ ചോദിക്കണത്, ഞാനിങ്ങനെ റസൂലുള്ളാഹിനോട് എപ്പോഴും ഇങ്ങനെ സങ്കടം പട്ടിണിയും പായാരും പറഞ്ഞിട്ട് കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു ശരിയാകൂലല്ലോ. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മൂന്നാമത് ചോദിച്ചു, അലാ തതസവ്വജി യാ റബീഅ, റബീഅത്തെ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? റസൂലുള്ളാഹിന്റെ കൃപ കണ്ടങ്ങള് ആ സ്വഹാബിക്ക് വിവാഹപ്രായം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടും ഒരു ഇണതുണയില്ലാതെ പള്ളിയിൽ കിടന്നുറങ്ങി ജീവിക്കുന്ന റബീഅത്തിനെ കണ്ടപ്പോ നബി തങ്ങളെ മനസ്സ് ഉരുകി. മൂന്നാമത്തെ വട്ടം ചോദിച്ചു, നീ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പൊ റബീഅത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, തങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം. വലാകിൻ മൻ യുസവ്വിജുനി വഅന കമാ തഅലമു, ആരാ നബിയെ എനിക്ക് പെണ്ണ് കെട്ടിച്ചു തരാ? തങ്ങൾക്കറിയില്ലേ ഞാൻ പള്ളിയിൽ ഉറങ്ങുന്ന ആളാണ്, എനിക്കൊരു വീടില്ല, എനിക്ക് 2 സെന്റ് സ്ഥലം ഭൂമിയിൽ എവിടെയുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്കൊരു കുടുംബമില്ല, ആരും പോലും ഇല്ലാത്ത എന്നെ കൊണ്ട് ആരെങ്കിലും കല്യാണം കഴിപ്പിക്കുമോ നബിയേ? ഇതങ്ങ് പറഞ്ഞപ്പോ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻദലിക ഇലാ ആലി ഫുനാൻ, ഇന്നാലിന്റെ കുടുംബത്തിലേക്ക് നീ പോയി നോക്ക്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി പറയാ, നീ പെണ്ണ് കാണാൻ പോണം, ഇന്ന കുടുംബത്തിലേക്ക് പോയി വഖുല്ലഹും, ആ കുടുംബത്തിൽ പോയിട്ട് നീ പറയണം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുക്കും അൻ തുസവ്വിജൂനി ഫതാതക്കും ഫുലാന. ഇന്ന കുടുംബത്തിൽ പോയിട്ട് ആ കുടുംബത്തിൽ ചെന്നിട്ട് പറയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചിട്ട് വന്ന ആളാണ് ഞാൻ, നിങ്ങളെ വീട്ടിലെ ഇന്ന മകളെ എന്നെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. യാ റബ്ബേ, റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത കുടുംബം ഏതാ? നല്ല തറവാട്ടുകാരാ, അത്യാവശ്യം പൈസയും മുതലും ഒക്കെ ഉള്ള നല്ല തറവാട്ടുകാരാ. ആ തറവാട്ടിക്കാണ് ആര് പോണത്? ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പള്ളിയിൽ മുത്തല്ലിമായിട്ട് റസൂലുള്ളാഹിക്ക് പള്ളിയിൽ വല്ല നേർച്ചയും വരും, ആ ഭക്ഷണം കൊണ്ട് ജീവിച്ച് 1 സെന്റ് ഭൂമി ഇല്ലാതെ നിൽക്കണ സ്വഹാബി റസൂലുള്ളാഹി പറഞ്ഞയക്കണത് എവിടുക്ക? നല്ല തറവാട്ടുകാരെടുക്കും. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ പറഞ്ഞതല്ലേ പോകാതെക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞതല്ലേ പോകാതെക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ടവരാണ്, ഞാൻ എങ്ങനെ പോകും? വലിയൊരു തറവാട്ടിക്ക് പെണ്ണ് കാണാൻ പോകാൻ 5 കാശ് കയ്യിലില്ല. പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ മുതലാളിൻ്റെ മകളെ കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പം പീടിയിലിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും, അല്ല നീ തീരുമാനിച്ചോ? ആന്ന്, വലിയ മുതലാളിന്റെ മോളെയാണ് ഞാൻ കെട്ടുന്നത്. ഇപ്പം 2 കണ്ണും കാണാത്ത ആളാണ്. മുതലാളിന്റെ മോളെ കെട്ടാൻ നീ തീരുമാനിച്ചു? ആന്ന്, എന്ത് നിങ്ങൾക്കൊരു അത്ഭുതം പോലെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനം പറഞ്ഞു? പകുതി ഉറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലേ, പകുതി ഉറച്ചു. അപ്പൊ അതേതാ പകുതി എന്ന്? എൻ്റെ ഭാഗം ഞാൻ ഉറപ്പിച്ചു, ഒരു കെട്ടിച്ചു തരുമല്ലേ എന്ന് അല്ലാഹു. ഇവന്റെ ഭാഗം മാത്രമേ ഉറച്ചിട്ടുള്ളൂ. യാ റബ്ബ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെയാ. ഈ സ്വഹാബി പറയാണ്, ഞാൻ വളരെ ലജ്ജിച്ച് പോണോ പോണ്ടേ, എങ്ങനെയാ പോവുക? വലിയൊരു തറവാട്ടിക്ക് പോവുകയാണ് മകളെ കാണാൻ വേണ്ടിയിട്ട്.
ഞാനിങ്ങനെ വളരെ പ്രയാസപ്പെട്ട് മുത്തുനബി പറഞ്ഞതല്ലേ, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ തറവാട്ടിലേക്ക് ഇങ്ങനെ ഹയായോടുകൂടെ ലജ്ജയോടുകൂടെ ഞാനെങ്ങനെ കയറി ചെന്നു. ഞാൻ കയറി ചെന്നപ്പോൾ ആ വീട്ടിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അവരോട് ഞാൻ കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഞാൻ അവർക്ക് സലാം ചൊല്ലിയിട്ട് അർസലനി ഇലൈക്കും റസൂലുള്ളാഹി, നബി തങ്ങൾ പറഞ്ഞിട്ട് വരുന്ന ആളാണ് ഞാൻ. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയില്ലേ, ആ മോളെ കാണാൻ വേണ്ടി വന്നതാണ്, അവളെ എന്നെ കൊണ്ട് കെട്ടിച്ചു തരാൻ വേണ്ടി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ചോദിച്ചു ഫഖാലു ഫുലാന, ഞങ്ങളെ ഇന്ന മോളെയാണോ, പേരും പറഞ്ഞു തന്നോ. ഒരു പരിയിലുള്ള പെണ്ണിന്റെ പേരങ്ങ് പറഞ്ഞാ പിന്നെ ആ പേര് റസൂലുള്ള പറഞ്ഞു, അതെ നബി തങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു എന്നാ പിന്നെ മോളെ കാണിച്ചു തരാം. ഫഖാലു മർഹബൻ ബി റസൂലില്ലാഹി വ മർഹബൻ ബി റസൂലി റസൂലില്ലാഹി. അവര് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നിറഞ്ഞു നിൽക്കുന്ന സന്തോഷമാണ് ഞങ്ങൾക്ക്. റസൂലുള്ള പറഞ്ഞയച്ച ആളാണോ, നിങ്ങൾക്ക് പെണ്ണിനെ കാണിച്ചു തരാം. നമ്മളോ റസൂലുള്ള പറഞ്ഞയച്ചു എന്റെ മോളെ കെട്ടിക്കൂലേ. സ്വഹാബാക്കളും നമ്മളും തമ്മിൽ വ്യത്യാസം മനസ്സിലായെങ്കിൽ മുത്തുനബി എന്നെ പറഞ്ഞയച്ചിട്ടും കാര്യമില്ല, എന്റെ മോളെ കൊടുക്കൂല, നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. സ്വഹാബാക്കളും നമ്മൾ തമ്മിൽ വ്യത്യാസം നോക്കണം. മർഹബൻ ബി റസൂലില്ലാ, നബി തങ്ങൾക്ക് സന്തോഷം. ഓ മർഹബൻ ബി റസൂലി റസൂലില്ലാ, നബി തങ്ങൾ പറഞ്ഞയച്ചിരിക്കുന്ന ആൾക്കും സന്തോഷം. മർഹബ പറഞ്ഞു. വല്ലാഹി ലാ യർജഉ റസൂലു റസൂലില്ലാഹി ഇല്ലാ ബിഹാജതി, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് നീ തിരിച്ചു പോകുമ്പോ നബിതങ്ങൾ പറഞ്ഞ ആവശ്യം പൂർത്തിയായിട്ട് പോയാ മതി. അകത്തേക്ക് കയറ്റി പെണ്ണിനെ കാണിച്ചു കൊടുത്തു. എനിക്ക് പെണ്ണിനെയൊക്കെ കാണിച്ചു തന്നു. അല്ലാഹു റബ്ബി, എനിക്ക് ഓളെ ഇഷ്ടപ്പെട്ടു. നബിതങ്ങൾ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിന് എന്നെയും ഇഷ്ടപ്പെട്ടു. ചില പെൺകുട്ടികളുണ്ട്, മൊയിലാറാണെങ്കിൽ പുതിയാപ്പിള വേണ്ടാന്ന് പറയണം. ഓളെ കഷ്ടകാലം കണ്ടവരുണ്ടോ? അല്ലാഹു റബ്ബി, അങ്ങനെ ഉണ്ടോ? പല രൂപത്തിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ദീന് നോക്കണം. റസൂലുള്ള പറഞ്ഞയച്ച പുതിയാപ്പിളയല്ലേ, പെണ്ണും പറഞ്ഞു എനിക്കിഷ്ടമാണ്, കണ്ട് റെഡിയായി. അല്ലാഹു റബ്ബി, മൂപ്പര് പറയാണ് അങ്ങോട്ട് പോകുമ്പോ ഞാൻ വളരെ വിഷമിച്ചാ പോയത്. പക്ഷെ ആ വീട്ടുകാരുടെ സൽക്കാരം, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞപ്പോ അവരെ ബഹുമാനം, ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമായിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോ അത്തൈത്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അങ്ങോട്ട് പോയ മാതിരി അല്ല ഇങ്ങോട്ട് പോരുന്നത്. യാ റബ്ബ്, അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ വേണോ വേണ്ടെന്ന് വിചാരിച്ചു പോയതാ. ഇങ്ങോട്ട് പോരുമ്പോ ആ വീട്ടുകാരുടെ സൽക്കാരം കണ്ടപ്പോ നല്ല പുതിയാപ്പിളിനെ സൽക്കരിച്ചത്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു ലഖദ് ജിഇതു മിൻ ഖൈരി ബൈത്തിൻ നബിയേ, ഏറ്റവും നല്ല ഒരു തറവാട്ടിലാണ് ഞാൻ കയറിപ്പോയത്. തങ്ങൾ എന്നെ പറഞ്ഞയച്ച തറവാട്ടുകാർ സ്വദ്ദഖൂനി, അവർ ഞാൻ പറഞ്ഞത് അവർ സ്വീകരിച്ചു. എനിക്കവർ വലിയ സ്വീകരണം നൽകി. അവരെ മകളെ എനിക്ക് കാണിച്ചു തരുകയും അവൾക്ക് എന്നെയും എനിക്ക് അവളെയും ഇഷ്ടപ്പെടുകയും ഞങ്ങൾ തമ്മിൽ വാക്ക് പറഞ്ഞ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് ആ സ്വഹാബി ചോദിക്കാണ്, നബിയെ അതൊക്കെ നല്ല മട്ടയിക്കാണ്, പക്ഷേ എനിക്കൊരു ബേജാറുണ്ട്. എന്തേ മോനെ? ഫമിൻ ഐന ആതീഹിം ബിൽ മഹരി, ഒരു കല്യാണം കഴിക്കണമെങ്കിൽ മഹർ കൊടുക്കണ്ടേ, അതിന് ഞാൻ എന്താ ചെയ്യാ നബിയെ? അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ, അതിന് മഹർ കൊടുക്കണ്ടേ നബിയെ? മഹർ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? നമ്മളെ ഉമ്മ പറയണ ഓനിക്കൊരു ജോലി കിട്ടട്ടെ, വാപ്പ പറയണ ഓനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടട്ടെ, എന്നിട്ട് നമ്മൾ കല്യാണം കഴിക്കണുള്ളൂ. റസൂലുള്ളാഹി തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് മഹറിനൊരു പരിഹാരം പറയാണ്. നബിയെ, തങ്ങളെപ്പോലത്തെ ഒരു ഉമ്മ, തങ്ങളെപ്പോലത്തെ ഒരു ഉപ്പ ലോകത്ത് വേറെ തങ്ങളെപ്പോലെ കാണാൻ കഴിയില്ല എന്ന് നമ്മൾ മുത്തുനബിനെ പറ്റി പറഞ്ഞത് നോയിക്കോ. റസൂലുള്ളാഹി തങ്ങൾ അപ്പൊ തന്നെ റസൂലുള്ളാഹി തങ്ങളോട് എവിടുന്നാ നബി മഹർ കൊടുക്കുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്തദഅ റസൂലു ബുറൈദത്തുൽ ഖസീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖസീബ് എന്ന ആ പ്രദേശത്തെ നേതാവാണ് ബുറൈദ റളിയല്ലാഹു അൻഹു.
ബുറൈദ റളിയല്ലാഹു അൻഹു വകാന സയ്യിദൻ മിൻ സാദാത്തി ഖൗമി ബനി അസ്ലം, ബനു അസ്ലം കബീലയിലെ നേതാവായിട്ട് ബുറൈദ എന്നൊരു നേതാവുണ്ട്. ബുറൈദ റളിയല്ലാഹു അൻഹു മൂപ്പരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യാ ബുറൈദ, മോനെ ബുറൈദത്തെ, ഇജ്മഇൽ റബീഅത വസ്ന നബാത്തിൽ ദഹബാ, ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ ആഭരണം, ആഭരണങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നിങ്ങളൊന്ന് പറഞ്ഞാൽ. എന്നാലും നമ്മളെ മോൾക്കും ഭാര്യക്കും ഉമ്മാക്കും ഒക്കെ നമ്മൾ ആഭരണം വാങ്ങിക്കൊടുത്തല്ലോ, അതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാട്ടെ. മോതിരം എത്ര ഉണ്ടാവും? പെണ്ണുങ്ങളെല്ലാം വയലിന് കേട്ടാൽ മോതിരം ഊരിക്കൊടുക്കും വയലിൻ്റെ സദസ്സ്. അതെന്താ? മോതിരം പെണ്ണുങ്ങൾക്ക് തന്നെ വാങ്ങാൻ കഴിയണ സാധനം, അത്ര ചെറുതാ അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാരക്ക കീറിന്റെ അത്രയെങ്കിലും ചെറുതായിക്കോട്ടെ, കുറച്ച് സ്വർണം ഒരു മഹർ കൊടുക്കാൻ വേണ്ടി ബുറൈദ നീ ഒന്ന് സംഘടിപ്പിച്ചു കൊടുക്കുക. റസൂലുള്ളാഹി തങ്ങൾ ബുറൈദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, റബീഅത്തിന് മഹർ കൊടുക്കാനുള്ള ഒരു ചെറിയ സ്വർണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും സ്വർണം കൊടുക്കാന്നുള്ളത് പണ്ടേ ഉള്ളതാ, അത് നമ്മൾ കുറക്കണ്ട. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെന്താ നിങ്ങൾ ആമീന് ഒരു ശക്തി ഇല്ലാത്തത്? ഇവിടെ എല്ലാം ഉള്ളത് നമ്മളെ പെണ്ണുങ്ങൾ തന്നെയല്ലേ? അതല്ലേ പറഞ്ഞത്. പിന്നെ അതിനിങ്ങനെ ഒരു എന്ന ആമീൻ പോലെ അത് വേണ്ടിയില്ലല്ലോ. നമ്മളെ ഉമ്മ, നമ്മളെ ഭാര്യ, നമ്മളെ പെങ്ങള്, നമ്മളെ മോള്, അങ്ങനെ തന്നെയല്ലേ ഇവിടെ ഉള്ളത്. അള്ളാഹ് പെണ്ണുങ്ങൾ എത്ര നല്ല ആമീൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നു? അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. അപ്പം അങ്ങനെ പെണ്ണുങ്ങളെടുത്ത് ഉണ്ടായെങ്കിൽ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ഓർക്ക് ഉണ്ടായിക്കോട്ടെ അല്ലേ? അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. ബുറൈദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബുറൈദ, നീ ഇയാൾക്ക് മഹർ കൊടുക്കാൻ ഒരു ചെറിയ സ്വർണത്തിൻ്റെത് നീ ശരി. ബുറൈദ റളിയല്ലാഹു അൻഹു അപ്പൊ തന്നെ ഇദ്ഹബ് ബിഹാദാ ഇലൈഹിം, ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? റബീഅത്ത് റളിയല്ലാഹു അൻഹു ചെറിയ നമ്മളെ രീതിയിൽ പറഞ്ഞ അതിനൊരു മോതിരായിക്കോട്ടെ, ഒരു ചെറിയ ആഭരണം ബുറൈദ റളിയല്ലാഹു അൻഹു റെഡിയാക്കി. അത് റെഡിയാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇപ്പൊ മഹർ കിട്ടിയില്ലേ? കിട്ടി നബിയെ. ഫഖാല ലിർറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ബിഹാദാ ഇലൈഹിം, ഇതുകൊണ്ട് ആ തറവാട്ടുകാരടുത്ത് പോവുക. വഖുല്ലഹും ഹാദാ സ്വദാഖു ബിനതികും, ഞാൻ മഹറുമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പോയി പറയണം. 100 പവൻ കിട്ടേണ്ട ആൾക്കാരാണ് അവർ. അവിടേക്കാണ് ഏതുമായിട്ട് പോണത്? അല്ല നിങ്ങൾ പൂരിപ്പിക്കാത്ത എത്ര മോതിരം? അതിന് എത്ര ഉള്ളത്? അത് ഒരു പണത്തൂക്കേ ഉള്ളൂ. ഒരു കാരക്കന്റെ ചെറിയ തൊലിൻ മുകളിലുണ്ടല്ലോ ഒരു പാട, അത്രേ ഉള്ളൂ. അതാ സുബ്ഹാനല്ലാഹ്, ഇതുമായിട്ടാ പോണത്. ഇത് ഈ തറവാട്ടുകാരത്തേക്ക് ഇതും കൊണ്ട് ചെന്നാല് നിങ്ങളാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും, നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും? നമ്മൾ രണ്ടു കൂട്ടരും കണക്ക് തന്നെ. നമ്മളെ ഈമാനിൽ വേറെ കുറെ സംഗതി കൂടിയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ നന്നാക്കി തരട്ടെ. സുബ്ഹാന ജല്ല ജലാലു. ആ ചെറിയ ഒരു പണത്തൂക്കം ആഭരണമായിട്ട് വലിയ തറവാട്ട് ചെന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ആഭരണവുമായിട്ടാണ്. ഹാദാ സ്വദാഖു ബിനതികും, നിങ്ങളെ മകൾക്കുള്ള മഹറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വദഫഅതുഹു ഇലൈഹിം, ഇത് നിങ്ങളൊന്ന് നോക്കിയിട്ട് അവൾക്ക് കൊടുത്തു നോക്കി, അവൾക്ക് തൃപ്തിയാണെങ്കിൽ നമുക്ക് നിക്കാഹ് നടത്താം. അതങ്ങ് പറഞ്ഞിട്ട് ആ ചെറിയ സ്വർണത്തിന്റെ അതങ്ങ് വീട്ടുകാർക്ക് കൊടുത്തിട്ട് ആ പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹു റബ്ബി ഫഖബിലൂഹു, അവര് സന്തോഷത്തോടെ സ്വീകരിച്ചു. വറദൂഹു, അവര് തൃപ്തിപ്പെട്ടു. അവര് സന്തോഷിച്ചു, തൃപ്തിപ്പെട്ടു. നമ്മൾ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ പറഞ്ഞല്ലോ, സവ്വജതുക വ അൻകഹതുക, നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു, നിനക്ക് കെട്ടിച്ചു തന്നു. ഇല്ലേ? ഖബിൽതു, ഞാൻ സ്വീകരിച്ചു. വറദീതു, ഞാൻ തൃപ്തിപ്പെട്ടു. അങ്ങനെയാ പറയേണ്ടത്. ഞാൻ സ്വീകരിച്ചു എന്ന് മാത്രം മതിയോ? പിന്നെ എന്തും കൂടി പറയണം? തൃപ്തിപ്പെട്ടു എന്നും കൂടി പറയണം. അങ്ങനെയല്ലേ നിക്കാഹ്? ഇന്നാളൊരു ചങ്ങായി പറഞ്ഞല്ലോ, ഉസ്താദ് ചെറുപ്പത്തിൽ കുറേ ദിക്റും സലാത്തും ഒക്കെ പഠിച്ചിനൊക്കെ മറന്നുപോയി, പഠിച്ചതൊക്കെ മറന്നോ എന്ന് വെച്ചു. ഒന്ന് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ്. അതേതാന്ന് വെച്ചു, സവ്വജതുക വ അൻകഹതുക, അത് മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ടങ്ങൾ സുബ്ഹാനല്ലാഹ്. ഇത് ഒരിക്കൽ ചെല്ലാൻ തന്നെ മറക്കാത്ത സന്തോഷമുള്ള സംഗതിയാണ്. അവിടെ നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു, സ്വീകരിച്ചു, തൃപ്തിപ്പെട്ടു. അതാണ് മഹർ. ആ പെണ്ണിന് കൊടുത്തിട്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണും തൃപ്തിപ്പെട്ടു, വീട്ടുകാർ ആ വീട്ടുകാർ പറഞ്ഞു, കസീറുൻ ത്വയ്യിബുൻ, ഇത് നല്ല സാധനാണല്ലോ.
ഈ ചെറിയ സാധനം കിട്ടിയപ്പോൾ തന്നെ അവർ എന്ത് പറഞ്ഞു? ഓ, ഇത് നല്ല ജോറായിട്ടുണ്ടല്ലോ, ഇത്രയൊന്നും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതാണ് അവരുടെ മറുപടി. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മുഅ്മിനീങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നന്ദി കേടിന്റെ സംസാരം നമ്മളിരുന്ന് വരാൻ പാടില്ല. രാവിലെ നമ്മളെ ഭാര്യ നമുക്ക് എന്തുണ്ടാക്കി തന്നു? ഒരു കട്ടൻ ചായ, അല്ലേ? ആ കട്ടൻ ചായ കൊണ്ടുവരുമ്പോൾ തന്നെ സുബൈ നിസ്കരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു കട്ടൻ ചായ കിട്ടുമ്പോൾ ബിസ്മി ചൊല്ലി ഓളെ കൈകൊണ്ട് ഇങ്ങോട്ട് വാങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണ് കുടിച്ചിട്ട് നല്ല ചായ, അൽഹംദുലില്ലാ, നല്ല ചൂടുള്ള ചായ. എത്ര പെട്ടെന്ന് ഈ ചായ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷം വന്നില്ലേ? ഞാനത് 2 പ്രാവശ്യമാണ് പറഞ്ഞു പെണ്ണുങ്ങളോട്. ഇപ്പം നോക്കുമ്പോൾ ഞാൻ സുബൈ നിസ്കരിച്ച് ചെല്ലുമ്പോഴേക്ക് ഒരു കോഴിമുട്ട പുഴുങ്ങിയതും ചായ. ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ കോഴിമുട്ട കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അന്ന് 2 കാടമുട്ട. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, നിങ്ങളും നല്ല വർത്താനം പറഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും. രാവിലെ തന്നെ നമുക്കൊരു കട്ടൻ ചായ കിട്ടുമ്പോൾ പെണ്ണുങ്ങളോട് ഇങ്ങനൊരു ചായ ഉണ്ടാക്കിയതായത് ഇങ്ങനെയാ ചായ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞിട്ട് അതിനൊരു കുറ്റം പറയാൻ വേണ്ടി നിന്നാൽ അതാർക്കും നല്ല സ്വഭാവമല്ല. ഏത് സംഗതിക്കും ആക്ഷേപം പറയാൻ നിൽക്കരുത്. ആക്ഷേപം പറയാനല്ല നല്ലത്. എപ്പോഴും എന്ത് പറയണം? നല്ലത് പറഞ്ഞിട്ട് നന്നാക്കിയെടുക്കണം. എൻ്റെ മോനെ പഠിപ്പിക്കുന്നുണ്ട് ഒരു ഉസ്താദ്, മോളെ മോനെ. അപ്പം നോക്കുമ്പോൾ ആ കുട്ടിനെ കൊണ്ട് ഞാൻ ഫാത്തിഹ ഓദിച്ച് നോക്കുമ്പോൾ യഹ്ദിന സിറാത്ത, യഹ്ദിന സിറാത്ത, ഹംസ് ഹാ സ്വാദ് ത്വാ, ഇതിന് ശരിയായി കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. ഞാനിപ്പോൾ കുട്ടിനെ കൊണ്ട് ഓദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? ഉസ്താദിനെ വിളിച്ചു. ഹലോ, ഓ ഹക്കീമിൻ്റെ ഉസ്താദല്ലേ? അതെ, ഞാൻ നിങ്ങളോട് വിളിച്ചതൊരു സന്തോഷം പറയാൻ. എന്ത് ഉസ്താദെ? നമ്മളെ മോനെ കൊണ്ട് ഞാൻ ഓദിച്ചു നോക്കുമ്പോൾ അവൻ്റെ ഓത്ത് നല്ല ഉഷാറുണ്ട്, അൽഹംദുലില്ലാ, എനിക്ക് തൃപ്തിയായിപ്പോയി. നിങ്ങൾ ഓനെ നല്ലോണം ശ്രദ്ധിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ്റെ ഓത്ത് ഇത്ര ഉഷാറ് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഫോൺ വെച്ച്. അപ്പോൾ മൂപ്പർക്കും തന്നെ നല്ലൊരു റാഹത്തായോ? ആയില്ലേ? ആയി, അൽഹംദുലില്ലാ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൂപ്പരെ വിളിച്ചു. ഹലോ, ഹക്കീമിൻ്റെ ഉസ്താദല്ലേ? പിന്നെ ഞാൻ ഓനെ കൊണ്ട് ഓദിച്ചു നോക്കുമ്പോൾ ഓത്തെല്ലാം നല്ല ഉഷാറുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താ? യഹ്ദിന സിറാത്ത, അവിടെ ഓനിക്ക് ത്വാഉം സ്വാദും എല്ലാം കൂടി ഇങ്ങോട്ട് ശരിയാകുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ അത് റാഹത്താവും. ഇപ്പം അയാൾക്ക് റാഹത്തായോ അല്ലേ? എൻ്റെ മോൻ്റെ ഓത്ത് എത്ര നന്നായി എന്നാണ് വിചാരിക്കുന്നത് നിങ്ങൾ? അതേ സമയത്ത് നമ്മൾ ഫോൺ ചെയ്തു. ഹലോ, ഉസ്താദല്ലേ? ഇവിടെ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദ്. എന്താ നിങ്ങൾക്ക് അവിടെ പണി? ഞാൻ ഈ കുട്ടിനെ കൊണ്ട് ഓദിച്ച് നോക്കുമ്പോൾ ഓൻ്റെ ഓത്തിൻ്റെ കൊല അത് വെറുതെ ശമ്പളം വാങ്ങിയിട്ട് കുറേ ആളിങ്ങനെ നിൽക്കാന്നല്ല. എന്തെന്നാ നിങ്ങൾക്കത് കുട്ടികളൊന്ന് ശ്രദ്ധിച്ചൂടെ? ഒരിക്കലും അയാൾ എൻ്റെ മോനെ ശ്രദ്ധിക്കൂല. ഉറപ്പാണോ അല്ലേ? നമ്മളാണെങ്കിൽ ശ്രദ്ധിക്കും. കുറ്റം പറഞ്ഞിട്ട് ആരെയും കീഴ്പ്പെടുത്താൻ നോക്കണ്ട. നല്ലത് പറയാം, സന്തോഷം പറയാം, ചെയ്തതിൻ്റെ ഗുണം പറയാം, എന്നിട്ട് നന്നാക്കാൻ വേണ്ടി നോക്കുക. അതാണ് ദീന്. റസൂലുള്ളാഹി തങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് അത് പഠിച്ചിരിക്കുന്ന ആൾക്കാർ കണ്ട നിങ്ങൾ ചെറിയ 100 പവൻ കൊണ്ടുപോകേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരു പണത്തൂക്കം സ്വർണ്ണമായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു കസീറുൻ ത്വയ്യിബുൻ. ഓ, ഇത് അൽഹംദുലില്ലാ, ഇതെന്നെ ധാരാളമാണ്, ഇത് പൊരുത്തപ്പെട്ട മുതലല്ലേ, ഇത് നല്ല തിളക്കമുണ്ടല്ലോ, ഉള്ളത് ഒറിജിനൽ സ്വർണ്ണാണല്ലോ എന്നൊക്കെയാണ് പറഞ്ഞിട്ട്, ഉള്ളത് 916 ആണല്ലോ. ഒരു നല്ല റാഹത്ത് പറഞ്ഞു അല്ലാഹ്. അപ്പൊ മൂപ്പര് പറയാണ് ഫാതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വീണ്ടും ചെന്ന് പറഞ്ഞു മാ റഅയ്തു ഖൗമൻ ഖത്തു അക്രമ മിൻഹും. നബിയേ, തങ്ങൾ എന്നെ പറഞ്ഞയച്ച വീട്ടുകാർ വല്ലാത്ത സന്തോഷമുള്ള വീട്ടുകാരാണ്, വല്ലാത്ത മഹബത്തുള്ള വീട്ടുകാരാണ്. അവർക്ക് ഞാൻ ഒരു പണത്തൂക്കം സ്വർണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ നബിയേ, അവരെന്നോട് വല്ലാത്ത സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് നിക്കാഹ് ചെയ്യാം നബിയേ. റസൂലുള്ളാഹി തങ്ങൾ നിക്കാഹിന് തീരുമാനിച്ചു. അപ്പ സ്വഹാബി വീണ്ടും റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയേ, നിക്കാഹിന് ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയാൽ ഒരു ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ? ഒരു വലീമത്ത് എന്നാണ് അതിന് പറയാം. നിക്കാഹ് ഭക്ഷണത്തിന് എന്തെന്നാ പറയാ? വലീമത്ത് എന്നാണ് പറയാ. ഒരു വലീമത്ത് ഭക്ഷണം കൊടുക്കേണ്ടി വരൂലേ? അതിന് ഞാൻ എന്താ ചെയ്യാ? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പള വാപ്പാനോട് തന്നെയാണ് അതിനും ചോദിക്കുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മൾ കെട്ടിക്കാൻ നിൽക്കാത്തത്? നബി മുഹമ്മദ് മുസ്തഫ അന്ത ഉമ്മും അം അബു മാ റഅയ്നാ ഫീഹിമാ.
നബിയെ തങ്ങൾ ചെയ്തതുപോലെ ഉപകാരം, തങ്ങൾ ചെയ്യുന്നത് പോലെ കൃപ, തങ്ങൾ ചെയ്യുന്നത് പോലെ ദയ, തങ്ങൾ ചെയ്യുന്നത് പോലെ സ്നേഹം ഒരു ഉമ്മാക്കും മക്കളോട് സാധ്യമല്ല, ഒരു വാപ്പാക്കും മക്കളോട് സാധ്യമല്ല. തങ്ങളെപ്പോലത്തെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത്, തങ്ങളെപ്പോലെ ഒരു വാപ്പന്റെ സ്ഥാനത്ത് ഭൂമുഖത്ത് അള്ളാന്റെ സൃഷ്ടികളിൽ മറ്റൊരാളെ കാണാനില്ലല്ലോ നബിയേ. കണ്ട നിങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയാ നിക്കാഹിന് കൂടുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ഒരു സൽക്കാരം, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ നേരത്തെ പറഞ്ഞ ബനൂ സലം കബീലയിൽപ്പെട്ട ആളാണ്. അപ്പൊ മൂപ്പര് ബുറൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പിന്നെയും വിളിച്ചു, ബുറൈദ റബീഅത്തിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിക്കാഹിന്റെ സമയമാണ്, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു സൽക്കാരത്തിന് വക ഉണ്ടാക്കണ്ടേ നമുക്ക്? ഇജ്മഉ റബീഅത്ത സമനക ബിഷിൻ, ഒരു ആടിനെ വാങ്ങാനുള്ള പൈസ നിങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന്. അപ്പൊ സുബ്ഹാന ജല്ല ജലാലു ഒരു ആടിനെ വാങ്ങാനുള്ള പൈസകൾ ഉണ്ടാക്കണം. ബുറൈദ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു ഫബ്തഉലി കബ്ശൻ അളീമൻ സമീന, റസൂലുള്ളാഹി പറഞ്ഞതനുസരിച്ച് ഒരു ആടിനെ വാങ്ങി. എന്താട്? നല്ല ഉഷാറുള്ള ഉദ്ഹിയത്തിന് പറ്റുന്ന രീതിയിലുള്ള നല്ല ഉഗ്രൻ ഉഷാറായിട്ടുള്ള ഒരാടിനെ വാങ്ങിയിട്ട് അത് കൊണ്ടുവന്നിട്ട് റബീഅത്തിന് കൊടുത്തിട്ട് വന്നു, റബീഅത്തെ ഇതാണ് നിങ്ങളെ നിക്കാഹിന് അറക്കാനുള്ള ആട്. അപ്പോ ആടിനെ മാത്രം കിട്ടിയിട്ട് എന്ത് ചെയ്യും? ഇറച്ചി മാത്രം തിന്നാൻ പറ്റുമോ? ഇപ്പൊ കുറച്ചാൾക്കാർ അങ്ങനെ ഉണ്ട്. ഓൽക്ക് അല്ലാഹു ശിഫ കൊടുക്കട്ടെ. ഇറച്ചി മാത്രം ഭക്ഷണമായിട്ട് അതൊരു ചികിത്സ ആയിട്ട് തിരക്കുള്ള കുറച്ച് കാലത്തേക്ക്, കാലാകാലത്തേക്കും അങ്ങനെ ഒരു ഭക്ഷണം പറ്റുമോ? ഇറച്ചി മാത്രം അങ്ങനെ ഒരു ഭക്ഷണമില്ല. നമ്മളോട് ശറഅ് പറഞ്ഞത് എന്താ? വലിയ പെരുന്നാക്ക് ഇറച്ചി, ചെറിയ പെരുന്നാക്ക് അരി, അല്ലേ? അതാണ് നമ്മളോട് പറഞ്ഞത്. അല്ലാണ്ട് ഇറച്ചി മാത്രം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് വലിയ ഒരാട് അല്ലാഹ് ഓലൊക്കെ കൂടെ വാങ്ങിക്കൊടുത്ത ആട്, എന്ത് ഉഷാറുള്ള ആടാ. ആ ആടിനെ കണ്ടപ്പോ റബീഅത്ത് റളിയല്ലാഹു അൻഹു, നബിയെ ആടിനെ മാത്രം എന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് നീക്ക് കൂട്ടാൻ കിട്ടണ്ടേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങള് റബീഅത്തിനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ആയിഷത, റസൂലുള്ളാഹി തങ്ങൾ പറയാണ് ആയിഷുവിന്റെ അടുക്കൽ ഒന്ന് പോയി നോക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മോനെ നീ ആയിഷ ബീവിന്റെ അടുത്തൊന്ന് പോയി നോക്ക്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ കന്യകയായ മോളാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹി ഏറെ പ്രിയം വെച്ചിരിക്കുന്ന ഭാര്യയാണ് റസൂലുള്ളാഹിന്റെ ആയിഷ ബീബി. അല്ലാഹ് ആയിഷ ബീവിയെ ദുനിയാവിൽ വെച്ച് കാണാൻ നമ്മുടെ ഉമ്മാക്ക്, നമ്മുടെ പെങ്ങൾക്ക്, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ പെൺമക്കൾക്ക്, ഈ കാണുന്ന ഒറ്റ ഉമ്മമാർക്കും അവസരമുണ്ടായിട്ടില്ല. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ ആയിഷ ബീവിയെ കാണാൻ ഈ വഅദിനിരിക്കുന്ന മുഴുവൻ ഉമ്മ സഹോദരിമാർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ റബീഅത്തിനോട്, റബീഅത്തെ നീ ആയിഷുവിന്റെ അടുക്കൽ പോയി നോക്ക്. ആയിഷ ബീവിന്റെ അടുക്കൽ പോയിട്ട് ഈ ആടിന്റെ കൂടെ കൊടുക്കാൻ വേണ്ടി റൊട്ടി ചൂടാൻ ഗോതമ്പത്തിന്റെ മാവോ ഗോതമ്പമോ ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. റബീഅത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിന്റെ അടുക്കലേക്ക് പോകാൻ ഞാൻ ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് ഫഖാലത്തി ഇലൈകി, ആയിഷ ബീവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, ഉമ്മ എന്നെ റസൂലുള്ളാഹി പറഞ്ഞയച്ചതാണ്, എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിക്കാഹ് നടക്കാണ്, ഞാൻ മഹറൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാഹ് റസൂലുള്ളാഹിക്ക് ഖിദ്മത്തെടുത്ത് നിൽക്കുന്ന സ്വഹാബിയല്ലേ, എനിക്ക് മഹറൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു ആടിനെയും കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം റൊട്ടി ചൂടാൻ കുറച്ച് ഗോതമ്പ് വേണം, അത് ഇവിടെ ഉണ്ടാകുമോ? ഉമ്മാനോട് ചെന്നിട്ട് ചോദിക്കാണ്, ഇവിടെ എനിക്ക് ആ റൊട്ടിയുടെ ആ മാംസത്തിന്റെ കൂടെ കൊടുക്കാൻ റൊട്ടി ചൂടാൻ കുറച്ച് ഗോതമ്പ് തരുമോ? കുറച്ച് ഗോതമ്പ് മാവുണ്ടോ? റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലാകെ പരിധി നോക്കിയിട്ട് 7 സ്വാഴ് ഗോതമ്പുണ്ട്. അതിങ്ങോട്ട് എടുത്തിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട സ്വഹാബികളെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. യാ വല്ലാഹി മാ ഇൻദനാ തുആമുൻ ഗൈറു, ഇനി ഈ വീട്ടിൽ ഇതല്ലാത്ത ഒന്നുമില്ല, വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബിക്ക് കൊടുത്തു. ആ ഗോതമ്പുമായിട്ട് ബഹുമാനപ്പെട്ട സ്വഹാബി വന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് നബി തങ്ങളും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ച സ്വഹാബാക്കളും മുന്നിലൊരാട്
ആ ആടിനെയും പിടിച്ചിട്ട് ആര് നിൽക്കാം? റബീഅത്ത് റളിയല്ലാഹുവിന് പുതിയാപ്പള, സുബ്ഹാനല്ലാഹ്, കൂടുള്ളവര് കുറച്ച് ഗോതമ്പ്, അങ്ങനെ അവരെല്ലാരും കൂടി നിക്കാഹിന് അങ്ങോട്ട് പോകാണ്. യാ റബ്ബ് യാ റബ്ബ്